നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചിക്കൻ പക്കോടയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കളർ കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കടലമാവ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാലേ നമ്മളുടെ പക്കോട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് മല്ലിയില, ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടായി പോവരുത്, കുറച്ച് മാത്രമേ ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോവും. അപ്പം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരുപാട് ലൂസായി പോവാതെ നോക്കണം. വെള്ളം ആവശ്യമാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഒരു അടപ്പ് കൊണ്ട് അടച്ച് 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെച്ചാൽ മതിയാവും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ പക്കോട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം ഓരോ പീസസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, ഇല്ലെങ്കിൽ കയ്യിലേക്ക് തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പക്കോട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് തയ്യാറാക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ കാണാൻ ക്രിസ്പി ആയിട്ടുണ്ടാവും, പക്ഷേ ഉള്ള് അധികം വേവത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തയ്യാറാക്കിയെടുക്കുക. അപ്പം ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല, എങ്കിൽ പോലെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാ പക്കോടയും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം. നോക്കിക്കേ എന്ത് ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.